ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ കുതിർത്തിട്ട് അതിൽ വെള്ളം മുഴുവനായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞെടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ 1 കപ്പ് നാളികേരം ചിരകിയതും 3/4 കപ്പ് ചോറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, അതായത് ഒരു 1/8 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നാളികേരം എടുക്കുമ്പോൾ അതിലെ ബ്രൗൺ കളർ ഭാഗം പെടാതെയും വെള്ളച്ചോറ് എടുക്കുകയാണെങ്കിൽ നല്ല തൂവെള്ള നിറത്തിലുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ ഒരു പാലപ്പം നമ്മൾ രാത്രി അരി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ 1 മണിക്കൂറിൽ 2 മണിക്കൂറിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വരെ വെള്ളമാണ് വേണ്ടത്. 2 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് നാളികേര വെള്ളവും 1 കപ്പ് സാധാരണ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പോൾ 8 മണിക്കൂർ കൊണ്ട് മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. മാവ് ഒന്നും കൂടി ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പം കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി അത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പൊങ്ങി വന്നിട്ടുള്ള മാവ് ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കാതെ ഓരോ കയ്യിൽ മാവ് ഇതെടുത്തിട്ട് പാനിൽ നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. മേലെ ഇതുപോലെ നന്നായിട്ട് ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി പാലപ്പം റെഡിയായി കിട്ടും. ചൂടാറുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. നമുക്കിഷ്ടമുള്ള ഏതുതരം കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമ്മളിത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബീഫ് സ്റ്റൂവിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.